സുഹൃത്തുക്കളെ ജവാദാണ്. ഞാൻ ഇപ്പോൾ ഒന്ന് വന്നിട്ടുള്ളത് പാലക്കാട് രാമശ്ശേരിയിലാണ്. ഇറ്റലിയിൽ ഏറ്റവും പ്രസിദ്ധമായ രാമശ്ശേരി ഇഡ്ഡലിയുടെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. ആ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ രാമശ്ശേരി ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കണത് എന്നുള്ള അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമ്മളെ വിജി ചേച്ചി നമുക്ക് വേണ്ടി പറഞ്ഞുതരും. ചേച്ചി, നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മളെ രാമശ്ശേരി ഇഡ്ഡലി, അതായത് ഏറ്റവും ഫേമസ് ആയ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഇഡ്ഡലി അല്ലേ, അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഡീറ്റെയിലുകൾ ഒന്ന് വിശദീകരിക്കാമോ? ഇത് രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കുന്ന വിധം ഇങ്ങനെയാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. 3 തട്ടിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ 3 തട്ടുകളിലായിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്, മാവ് സെറ്റ് ചെയ്യുന്നത്. അത് ആദ്യം അതിന് ഫസ്റ്റ് തട്ട് എടുത്തിട്ട് അതിൽ മാവ് സെറ്റ് ആക്കിയിട്ട് പിന്നെ അതിന്റെ മുകളിൽ ബാക്കി 2 തട്ട് വയ്ക്കും. പിന്നെ ബാക്കിയുള്ളത് എങ്ങനെയൊക്കെയാണ് അതിന്റെ ഡീറ്റെയിലുകൾ? ഇതിപ്പോ നമ്മൾ അരി 2 മണിക്കൂർ കുതിർത്തിയ ശേഷം ഉഴുന്നും നന്നായി അരച്ചെടുക്കും. അരവില് പ്രത്യേകം അരക്കണം. അത് കറക്റ്റായിട്ട് വെള്ളത്തിന്റെ മിക്സിംഗ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. അരച്ച് 8 മണിക്കൂറിന് ശേഷമേ പാകമാവുള്ളൂ ഈ മാവ്. 8 മണിക്കൂറിന് ശേഷം അതിനുശേഷം ഉണ്ടാക്കിയെടുക്കും. ഇപ്പൊ ഇതിൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോ നമ്മള് തേക്കിന്റെ ഈ ഇല, ഇത് എങ്ങനെയാണ്? പ്ലാച്ചിയില. ഈ ഇല ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഇതില് ഇഡലി എടുക്കുമ്പോ പൊട്ടാതെ കിട്ടണല്ലോ, അതിന് വേണ്ടിട്ടാണ്. അത് നൈസ് ഇഡലി അല്ലേ, വളരെ സോഫ്റ്റ് ആണ്. എടുക്കുമ്പോ പൊട്ടാതിരിക്കാനാണ് ഈ ഇല വെച്ചിട്ടാണ് എടുക്കുക. അതെ. ഇത് പിന്നെ ഒരു ദിവസം നിങ്ങൾ എത്ര ഓർഡർ ഇവിടെ വരുന്നുണ്ട്? ഞങ്ങള് 500 തൊട്ട് 1000 വരെ ഉണ്ടാക്കും. ഒരു ദിവസം ഉണ്ടാക്കും. എപ്പോഴാണ് നമ്മളെ പിന്നെ ഷോപ്പ് ഓപ്പൺ ചെയ്യാറ്? രാവിലെ 4 മണിക്കൊക്കെ ഓപ്പൺ ആക്കും ഷോപ്പ്. അപ്പൊ രാവിലെയാണ് പിന്നെ കൂടുതലും കസ്റ്റമേഴ്സ്? അതെ, ഓർഡറുകൾ രാവിലെ നേരത്തെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ രാവിലെ 4 ഇത് പ്രത്യേകിച്ച് കൂട്ടൊന്നുമില്ല. നല്ല ക്വാളിറ്റിയുള്ള അരിയും ഉഴുന്നും ഉലുവയും കൂടിയിട്ടാണ് അരക്കണത്. പക്ഷെ അരവിലാണ് അതിന്റെ എല്ലാം കിടക്കണത്. അരവ് നല്ലപോലെ അരക്കണം. നമുക്ക് ഈ പിന്നെ ഇഡ്ഡലി സോഫ്റ്റ് ആയി കിട്ടുള്ളൂ. ഇത് പിന്നെ ഈ ഇഡ്ഡലി ഏറ്റവും കൂടുതൽ പാർസല് പോകും, ഓർഡറും പോകും. ഇപ്പൊ കഴിക്കാൻ ഈ ചൂട് സമയമായതുകൊണ്ട് ഇപ്പൊ കുറച്ച് കഴിക്കാൻ വരവ് ആൾക്കാർ കുറവാണ്. അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും എപ്പോഴും. ചൂടായിട്ട് ടോട്ടൽ ആളുകൾ പുറത്തുനിന്ന് ഇറങ്ങുന്നത്. അതെ. അപ്പൊ ഈ ടൂർ പോകുന്ന ടീമുകളൊക്കെ ടൂർ പോകണം. അവരിപ്പോ എല്ലാവരും കൊടൈക്കനാൽ, ഊട്ടി ഭാഗത്തേക്കാണ് ഫുള്ളും ടൂർ പോകുന്നത് ഈ ചൂട് കാരണം. അപ്പൊ ആ ഓർഡർ ഒക്കെ നിറയെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുന്നാറിലേക്കും അതൊക്കെ നിറയെ പോകുന്നുണ്ട്. മൂന്നാറ്, ഊട്ടിയൊക്കെ പോകുമ്പോ അല്ലേ? ഏറ്റവും കൂടുതൽ ഓർഡർ പുറത്തുനിന്ന് ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഓർഡർ വരാറുണ്ടോ? പുറത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉൾപ്രദേശങ്ങളിൽ തന്നെയാണ് വരുന്നത്. പാലക്കാട് ഏരിയ ബേസ്. അതെ. അല്ല, നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് രാമശ്ശേരി ഇഡ്ഡലി എന്നുള്ളത്. അതിന് വരാൻ കാരണം ഒരുപാട് പിന്നെ നമ്മള് ചാനലുകളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതെ, ഇത് എറണാകുളത്തേക്ക് പോകുന്നുണ്ട്. എല്ലാ സാറ്റർഡേയും കൊണ്ടുപോകുന്നുണ്ട്. സൺഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കുന്നതാണ്. സാറ്റർഡേ വൈകുന്നേരം അവർ കൊണ്ടുപോകുന്നുണ്ട്. അതെ. ഓക്കെ, അപ്പൊ ഇത് പിന്നെ നല്ല നൈസ് ആയിട്ടാണ്, വളരെ സോഫ്റ്റ് ആണ് ഉള്ളത്. നമ്മള് സാധാ ഇഡ്ഡലിയിൽ നിന്ന് ഒരുപാട് വ്യത്യാസമായിട്ടുള്ള ഇഡ്ഡലിയാണ്. പിന്നെ ഈ രാമശ്ശേരി ഇഡ്ഡലി എന്ന് പറയുമ്പോ ഇതിന് ഒരു ഐതിഹ്യം ഉണ്ടല്ലോ, അങ്ങനെ കേട്ടിട്ടുണ്ട്. അതെന്താണ്? ഇത് പിന്നെ ഞങ്ങള് ഒരു 8 ഫാമിലിയാണ് ഇത് ഉണ്ടാക്കണത്. 8 ഫാമിലി. ഞങ്ങള് മുതലിയാർ ഫാമിലിയാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. 8 വീട്ടുകാരാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 3 ഷോപ്പുകളും 5 വീടുമായിട്ടാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ രാമശ്ശേരിയിൽ ഒന്ന് സെറ്റിൽ ആയോ? അതെ. ഇനി ഇപ്പൊ നിങ്ങളെ കാലശേഷം നിങ്ങളെ പുതിയ തലമുറകള് ഇതിലേക്ക് വരുന്നുണ്ടോ? ഇത് വരുന്നത് സംശയമാണ്. ഇപ്പൊ ഞങ്ങള് 4ാമത്തെ തലമുറയാണ്. എന്റെ ഇവിടുത്തെ അമ്മ 58 വർഷം ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. അവര് ഷോപ്പ് തന്നെയാണ്. ശങ്കർ വിലാസ് ആണത്. ഇത് ഞങ്ങള് തനിച്ചിപ്പുറത്ത് സെപ്പറേറ്റ് ആയി ന്യൂ ശങ്കർ വിലാസ്. അപ്പൊ നിങ്ങളിപ്പോ ഇത് ഓപ്പൺ ആയിട്ട് എത്ര വർഷമായി? ഞങ്ങളിത് ഓപ്പൺ ആയിട്ട് 4 വർഷമായി. എങ്ങനെ കച്ചവടത്തിനെല്ലാം ഹാപ്പിയാണ്? അതെ. നമ്മളെ ചേച്ചിയുടെ രാമശ്ശേരി ഇഡ്ഡലി സൂപ്പറാണ്. എന്താ സുഹേലിന്റെ അഭിപ്രായം? സൂപ്പറാണ്, നല്ല നൈസായിട്ടുള്ള സംഭവമാണല്ലേ, ഒരു വെറൈറ്റി ആയി. അപ്പോൾ എന്തായാലും ഈ റൂട്ടിലൊക്കെ വരുമ്പോൾ എല്ലാവരും രാമശ്ശേരി വരിക, ഇഡ്ഡലി കഴിക്കുക. ഓക്കെ. അപ്പോൾ ചേച്ചി, നമ്മളെ ഇഡ്ഡലി പിന്നെ ഞങ്ങൾ പട്ടാമ്പിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ബൈ ചാൻസ് നമ്മൾ വീട് കണ്ട ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് എൻക്വയറി വരും. അപ്പോൾ അവർക്ക് ഇത്
ഹോം ഡെലിവറി ചെയ്യോ? അങ്ങനെയാണ് നിങ്ങൾ ഹോം ഡെലിവറി പാലക്കാട് ഉള്ളിലുള്ള ഏരിയ ആണെങ്കിൽ ഹോം ഡെലിവറി ചെയ്യും. അതിന് ഓട്ടോ ചാർജും ഈടാക്കുന്നതാണ്. പിന്നെ പാലക്കാട്ട് നിന്ന് 9 കിലോമീറ്റർ ഉള്ളിലാണ് രാമശ്ശേരി. എലപ്പുള്ളി പാറന്റെ അടുത്താണ് ഈ സ്ഥലം, രാമശ്ശേരി എന്നുള്ള സ്ഥലം ഉള്ളത്. പാലക്കാട് നിന്ന് 9 കിലോമീറ്റർ ആണ്. അതെ, 9 കിലോമീറ്റർ ആണ്. ഓക്കെ, എന്തായാലും ചേച്ചിയുടെ കോൺടാക്ട് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. 9746439394. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. ഈ നമ്പറിൽ ചേച്ചിയുമായി ബന്ധപ്പെട്ട് നമുക്ക് രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, നിങ്ങൾക്ക് വേണ്ട പാർസൽ കാര്യങ്ങളൊക്കെ എത്തിച്ചേരും. നമ്മൾ പാലക്കാട് സർക്കിളിലുള്ള 9 കിലോമീറ്ററിനുള്ളിൽ അല്ലേ? പിന്നെ പട്ടാമ്പി, നമ്മുടെ നാട്ടിൽ നിന്ന് പട്ടാമ്പിയിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കഴിക്കുക. ചേച്ചിയുടെ ഷോപ്പിന്റെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ ഇതിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഈ രാമശ്ശേരി ഇഡ്ഡലിയുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.